ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബ്രസ്റ്റ് ഒക്കെ കൂടുതൽ വരുന്ന ആളുകളുടെ ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്നും അപ്പോൾ നമ്മൾ കട്ടിങ്ങിൽ വരുന്ന മാറ്റങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ലൈനിങ് പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ലൈനിങ് ബ്ലൗസ് ആണ്. അപ്പോൾ നമ്മുടെ ലൈനിങ് തുണി നമ്മൾ എടുത്തിരിക്കുന്നത് 1 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ നേരെ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഇതുപോലെ നേരെ പകുതിയായി മടക്കിയെടുത്ത് ഇവിടെ നമ്മളൊരു ലൈൻ കൊടുക്കുന്നു. ഇത് നമ്മുടെ തുണിയുടെ ക്രോസ് ഒക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ ഈ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മുടെ ബ്ലൗസിന്റെ ലെങ്ത് എത്രയാണോ അതിന്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ലെങ്ത് 14.5 ഇഞ്ചാണ്. അപ്പോൾ അതിന്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി നമ്മൾ 15.5 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് ഈ രണ്ട് മാർക്കുകളെയും ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ 6ൽ ഒരു ഭാഗമാണ്. നമ്മൾ ഇവിടെ കൊടുക്കുന്നത് 6ഉം ഒരു പോയിന്റുമാണ് കൊടുക്കുന്നത്. നമുക്ക് 37 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത്. ആളുടെ ബോഡി അളവ് വരുന്നത് 37 ഇഞ്ചാണ്. അപ്പോൾ നമ്മളിവിടെ 6ഉം ഒരു പോയിന്റിൽ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു. 6ഉം ഒരു പോയിന്റും. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഈ ഒരു അളവിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ബോഡി നിരത്തുള്ള മെഷർമെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 37 ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വരുന്നത്. അതിന്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു. നമുക്ക് 41 ഇഞ്ച് കിട്ടും. 41ന്റെ 4-1 10.25 ഇഞ്ച്. ഈ 10.25 ഇവിടെ മാർക്ക് ചെയ്യുന്നത്. പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ ഇടുപ്പളവ് വരുന്നത് 32.5 ഇഞ്ചാണ്. അപ്പോൾ അതിന്റെ 4-1 ഭാഗം 8ഉം ഒരു പോയിന്റും അതിന്റെ കൂടെ ബാക്ക് ഡാർട്സ് അടിക്കാൻ വേണ്ടി ഒരു 3/4 ഇഞ്ച്. അങ്ങനെ 8ഉം പോയിന്റും 3/4, 8.25 പോയിന്റും പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ആം ഹോൾ എത്രയാണോ ഇറക്കം വെച്ചിരുന്നത് അതിനെ നേർ പകുതി ഇവിടെ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നു. കേട്ടോ, ഇതുപോലെ ഷേപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഒരു ആം ഹോളിന്റെ റൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്തുള്ള തുന്നത്തുണി നമ്മൾ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു ആം ഹോൾ റൗണ്ട് നമുക്ക് കിട്ടേണ്ടത് 8.25 ഇഞ്ചാണ് വേണ്ടത്. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിച്ചു തരാം, എങ്ങനെയാണ് ആ ഒരു കണക്ക് വരുന്നതെന്ന്. കണ്ടോ, നമ്മളിനി ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ടേപ്പിനെ പിടിച്ചാൽ കണ്ടോ നമുക്കിവിടെ 8.25 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടുന്നത്. കണ്ടോ, ഇതുപോലെ കിട്ടണം. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു ആം ഹോൾ റൗണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ നെക്കിന്റെ വിഡ്ത്ത് മാർക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ 12ൽ ഒരു ഭാഗത്ത് നിന്ന് 4 ഇഞ്ച് കുറച്ച് നമ്മളിവിടെ 2.25 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. കേട്ടോ, 2.25 ഇഞ്ച്. ഇനി നമ്മുടെ ബാക്ക് നെക്കിന്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത്. 7.5 ഇഞ്ചാണ് ബാക്ക് നെക്കിന്റെ ഇറക്കം വരുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു 1/2 ഇഞ്ച് ഷോൾഡർ ഭാഗത്തുള്ള തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമ്മളിവിടെ 7.5യിൽ നിന്ന് ഒരു 4 ഇഞ്ച് കുറച്ച് 7.25 മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു. നമ്മളിവിടെ 4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്കത് കറക്റ്റ് അളവിൽ 7.5 ഇഞ്ച് കിട്ടും. കണ്ടോ, എന്നിട്ട് നമ്മൾ ഇതുപോലെ വരുന്നു. ഉണ്ടോ, ഇങ്ങനെ വരുന്നു. ഇനി നമ്മൾ ഇവിടെയാണ് നമ്മുടെ ബാക്ക് ഡാർട്സ് വരുന്നത്. ഈ ഒരു ഡാർട്സിന്റെ ഹൈറ്റ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ നിന്ന് 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. കണ്ടോ, അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ആ ഡാർട്സിലേക്കുള്ള അകലവും നമുക്ക് 4 ഇഞ്ച് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിന്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം. നമ്മളപ്പോൾ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കേട്ടോ, നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴോട്ട് കണ്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പാർട്ടിന് വേണ്ടി നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ നേരെ തിരിച്ച് ഇതുപോലെ വെക്കുന്നു. കരവശം നമ്മുടെ ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ബാക്ക് പീസിനെ ഇതുപോലെ കണ്ടോ പരമാവധി മുകളിലേക്ക്
വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. കണ്ടോ, നമ്മുടെ ഇവിടെയൊക്കെ കണ്ടോ ഈ ഒരു കട്ടിങ് വരുന്ന ഭാഗമൊക്കെ പരമാവധി മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുന്നു. ഇനി നമുക്കിവിടെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇത് നമ്മുടെ തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തുന്നത്തുണിക്ക് വേണ്ടിയാണ്. കണ്ടോ, ഇവിടെ 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മുടെ സ്കെയിലിനെ നമ്മൾ ഇതുപോലെ വെക്കുക. ഇനി നമ്മൾ നമ്മുടെ നെക്കിൻ്റെ വൈഡ് നമ്മൾ 2.25 ഇഞ്ചാണ് കൊടുത്തത്. ഇപ്പോൾ നമ്മൾ 1/4 ഇഞ്ച് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ 3 ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അപ്പോൾ 3 ഇഞ്ചിൽ നമ്മളിവിടെ കറക്റ്റ് വെച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ നേരെ ഒരു ലൈൻ കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ താഴ്വശത്ത് കണ്ടോ നമ്മുടെ ലെങ്ത്തിൽ നമ്മളൊരു 1.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ വരയുന്നു. 1.5 ഇഞ്ച്. ഇനി നമ്മൾ മെയിൻ ടെക്കിൻ്റെ വിഡ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ സാധാരണയായി നമ്മുടെ ഈ ഒരു മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് നമ്മളിവിടെ ഒരു 3/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടിയുള്ള 3/4 ഇഞ്ചാണ്. ആ ഒരു 3/4 ഇഞ്ച് നമ്മൾ 3.5 ഇഞ്ച് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിഡ്ത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഇവിടെ നിന്ന് 3.5 ഇഞ്ച്. സാധാരണ നമ്മൾ 37 ഇഞ്ച് 36 ഇഞ്ചൊക്കെ ചെസ്റ്റ് അളവിൽ നമ്മൾ 2.25 ഇഞ്ച് 3 ഇഞ്ചൊക്കെയാണ് നമ്മൾ മെയിൻ ടെക്കിൻ്റെ വിഡ്ത്തിന് വേണ്ടി മാർക്ക് ചെയ്യാറ്. എന്നാൽ ഇവിടെ ബ്രസ്റ്റ് കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ 3.5 ഇഞ്ച് മെയിൻ ടെക്കിൻ്റെ വിഡ്ത്തിന് വേണ്ടി മാർക്ക് ചെയ്തത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നു. അത് നമ്മൾ 6.5 ഇഞ്ചാണ്. ഒരു 1/4 ഇഞ്ച് കുറച്ച് 6.25. നമ്മൾ ഷോൾഡർ ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷമാണ് നമ്മുടെ നെക്ക് അളവിൽ നിന്ന് 1/4 ഇഞ്ച് കുറച്ചുകൊണ്ട് മാർക്ക് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വരയുന്നു. ഇനി നമുക്ക് നമ്മുടെ ബാൻഡിന് വേണ്ടി നമുക്കൊരു 4 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടിങ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് തുടങ്ങുന്നു. ഇതുപോലെ കണ്ടോ, ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗവും നമ്മുടെ ബാക്ക് പീസിൽ എങ്ങനെയാണോ കട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കറക്റ്റായി നമ്മുടെ ആം ഹോളും ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നു. ഇവിടെ നിന്ന് താഴോട്ടേക്കും. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു മാർക്ക് വരെ മാത്രം കട്ട് ചെയ്ത് നിർത്തുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഒരു ബാക്ക് പീസ് എടുത്ത് മാറ്റുന്നു. ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് ഇറക്കമാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് 10.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് നമ്മുടെ തുന്നത്തുണിക്ക് വേണ്ടി മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമ്മൾ 10.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ 2 ഭാഗത്തുള്ള ടെക്കുകളും തമ്മിലുള്ള അകലം നമ്മൾ കൊടുക്കുന്നത് 4 ഇഞ്ചാണ്. ഇത് നമ്മൾ കണ്ടെത്തുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 10-1 ഭാഗത്തിൻ്റെ കൂടെ 1/4 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മളിത് മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ 4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. നമ്മുടെ സൈഡിൽ നമ്മൾ 4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മാർക്കുകൾ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞ് നമ്മുടെ ബാൻഡിനെ ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് ബാൻഡ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമുക്ക് ഈ ഒരു ബാൻഡിന് വേണ്ടി നമ്മൾ വേറൊരു പീസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം കിട്ടിയ കരവശം നമുക്ക് ഈ ഒരു ബാൻഡ് കട്ട് ചെയ്തെടുത്താൽ ഇവിടെ വരുന്ന ആ ഒരു ബാൻഡിൻ്റെ തുണി കൂടി നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് ഒക്കെ കൂടുമ്പോഴും നമുക്കത് ഉപകാരപ്പെടും. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ. അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് ഇവിടെ വെച്ച് നമ്മുടെ ഇവിടെ ഈ ഒരു കരവശം നമ്മളൊന്ന് ആദ്യം കട്ട് ചെയ്ത് മാറ്റുന്നു. ഈ ഒരു മാർക്കിനനുസരിച്ച് കറക്റ്റ് കട്ട് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗവും ഇനി നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് ഫ്രണ്ട് ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇത് നമ്മുടെ തീരെ തയ്ക്കാൻ വേണ്ടിയ തുന്നത്തുണി. ആ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത മാർക്കിൽ നിന്ന് നമ്മുടെ ഇടുപ്പളവിൻ്റെ 4/1 ഭാഗം നമ്മൾ മാർക്ക് ചെയ്യുന്നു. നമ്മളിവിടെ 8 പോയിന്റും പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ്. കണ്ടോ, അവിടെ ആ ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ അല്പം മുകളിലേക്ക് ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗവും നമുക്ക് ആ ഒരു കട്ടിങ് പീസിനനുസരിച്ച് നമുക്ക് കറക്റ്റ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, അപ്പോൾ നമ്മുടെ ബാൻഡ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തു. കണ്ടോ, അപ്പോൾ ഇത് നമ്മുടെ സൈഡ് വശം, ഇത് നമ്മുടെ ഫ്രണ്ട് വശമാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് നമ്മൾ ഷേപ്പിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു 1/4 ഇഞ്ച് പീസ് മാർക്ക് ചെയ്ത് ഇതുപോലെ പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇത് നമ്മുടെ ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ ഈ ഒരു ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ടെക്കിന്റെ വിഡ്ത്താണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ 3.5 ഇഞ്ചാണ് നമ്മുടെ മെയിൻ ടെക്കിന്റെ വിഡ്ത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതിന്റെ നേർപകുതി സെന്റർ ഭാഗത്ത് നിന്ന് 2 ഭാഗത്തേക്കും 1.25 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് സാധാരണ നമ്മൾ ഇവിടെ നിന്ന് 3/4 ഇഞ്ചിന്റെ ഒരു പീസാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാറ്. എന്നാൽ നമ്മൾ ഈ ഒരു ഡാർട്സിൽ നമ്മൾ ഇവിടെ ഡാർട്സിന്റെ വീതി നമുക്ക് കൂടുതലായതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് 1/2 ഇഞ്ചാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. കണ്ടോ, 1/2 ഇഞ്ച് പീസാണ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ടെക്ക് നമുക്ക് ഇവിടെ ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ മെയിൻ ടെക്ക് വരുന്നത്. ഈ ഒരു ഷേപ്പിലാണ് കണ്ടോ, ഇതുപോലെ ഷേപ്പിൽ മാർക്കുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ ടെക്ക് ഇവിടെയാണ് വരുന്നത്. ഈ ഒരു ടെക്കിന്റെ നീളം നമുക്ക് വരുന്നത് 2.25 ഇഞ്ചാണ് വരുന്നത്. കണ്ടോ, ഇവിടെ നിന്ന് 2.25 ഇഞ്ചാണ് നമുക്ക് ടെക്കിന്റെ നീളം വരുന്നത്. ഇനി നമ്മൾ ഇവിടെ ഫ്രണ്ട് നെക്കിന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മളൊരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടത്തേക്ക് ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ഇവിടെ വരെ മാത്രമേ കട്ട് ചെയ്ത് മാറ്റുന്നുള്ളൂ, താഴോളം കട്ട് ചെയ്ത് മാറ്റുന്നില്ല. അതെപ്പോഴും ശ്രദ്ധിക്കണം. നമുക്ക് കഴുത്ത് ഫ്രണ്ട് നെക്ക് ടൈറ്റ് കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ മുകളിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഇതുപോലൊരു പീസ് കേട്ടോ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് ഒരു പീസ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇവിടെ കണ്ടോ നമ്മൾ മുകളിൽ നിന്ന് ആ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ ഇതുപോലെ ഈ ഒരു കട്ടിങ് തുടങ്ങുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ, അപ്പൊ നമ്മുടെ ഇനി മൂന്നാമത്തെ ടക്ക് നമ്മുടെ തോൾ വശത്ത് വരുന്ന ടക്ക് ഇവിടെയാണ് വരുന്നത്. കണ്ടോ, ഇനി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും. കണ്ടോ, അപ്പൊ നമ്മുടെ 3 ടക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ സ്ട്രേറ്റ് കട്ടിങ്ങിൽ നമ്മൾ 3 ടക്കാണ് ഈ ഒരു ബ്ലൗസിന് വേണ്ടി കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ കട്ടിങ്ങിന്റെ ഫ്രണ്ട് പാർട്ടിന്റെ കട്ടിങ്ങും കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ സ്ലീവിന്റെ തുണിയാണിത്. അപ്പൊ നമുക്ക് സ്ലീവിന്റെ ലെങ്ത്തും കൂടുതലുണ്ട്, അതുപോലെ തന്നെ വിഡ്ത്തും കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് 2 സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒരു സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള വീതിയിൽ തുണിയെ മടക്കിയെടുത്ത് നമ്മൾ ഇവിടെ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു. ഇനി നമ്മുടെ സ്ലീവിന്റെ ലെങ്ത്ത് 10.5 ഇഞ്ചാണ്. അപ്പോൾ അതിന്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 11 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഈ ഒരു 1/2 ഇഞ്ച് വരുന്നത് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് നമ്മുടെ സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തുണിക്ക് വേണ്ടിയാണ് ഈ ഒരു 1/2 ഇഞ്ച് വരുന്നത്. അപ്പോൾ ലെങ്ത്തിന്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ കൈയുടെ താവ് വശം നമ്മുടെ ലൈനിങ് പീസും ബ്ലൗസ് പീസും കൂട്ടി തയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. കണ്ടോ, 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ ഇവിടെ കൈയുടെ ഷേപ്പ് നമ്മുടെ ആം ഹോളിന്റെ ഭാഗത്തുള്ള ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ചെസ്റ്റ് അളവിന്റെ 10ൽ 1 ഭാഗമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 3.25 നമ്മളിവിടെ ഒരു മാർക്ക് കൊടുക്കും. ഇനി നമ്മുടെ കൈയുടെ തോൾ വശത്തുള്ള ലൂസ് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ 4ൽ 1 ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ ചെസ്റ്റ് അളവ് നമുക്ക് 37 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിന്റെ 4ൽ 1 ഭാഗം നമുക്ക് 9.25 ഇഞ്ചാണ് കിട്ടുക. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 8.25 ഇഞ്ച്. അപ്പോൾ ഈ 8.25 നമ്മൾ ഇതുപോലെ ടേപ്പിനെ ക്രോസിൽ പിടിച്ച് മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നു. നമ്മുടെ കൈയുടെ താവ് വശത്ത് വരുന്ന ലൂസ് 11 ഇഞ്ചാണ്. അപ്പോൾ അതിന്റെ നേർ പകുതി മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് ഇതുപോലെ വരുന്നു. ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് വരുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ കണ്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്യുകയാണ്. കണ്ടോ, ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു അളവ് കണ്ടോ, ഈ ഒരു അളവ് നമ്മൾ ചെസ്റ്റ് അളവിൽ നിന്നാണ് കണ്ടെത്തിയത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആം ഹോളിന്റെ ഇറക്കവും ഒക്കെ നമ്മൾ ചെസ്റ്റ് അളവിൽ നിന്നാണ് കണ്ടെത്തിയത്. അപ്പോൾ നമുക്ക് ആ ഒരു റൗണ്ട് അളവ് കറക്റ്റ് ആകുമോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ ഷോൾഡർ ഭാഗത്തുള്ള തയ്യൽ തുമ്പ് വിടുന്നു. അതുപോലെ തന്നെ ബോഡി അളവും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ കണ്ടോ നമ്മുടെ ഈ ഒരു ഷോൾഡർ ഭാഗത്തുള്ള തയ്യൽ തുമ്പ് നമ്മൾ ഇതുപോലെ മുകളിലേക്ക് കയറ്റി വെച്ച ശേഷം സ്ലീവിന്റെ മാർക്കിൽ കൂടി നമ്മുടെ ആം ഹോളിനെ ഇതുപോലെ കറക്റ്റ് പിടിച്ചുകൊണ്ട് വന്നാൽ നമ്മൾ ഇവിടെ കണ്ടോ നമ്മുടെ ഈ ഒരു ആം ഹോളിന്റെ മാർക്കിങ്ങും നമ്മുടെ സ്ലീവിന്റെ മാർക്കിംഗ് കണ്ടോ കറക്റ്റായി കിട്ടിയത് കണ്ടോ ഇതുപോലെ കിട്ടും. നിങ്ങളുടെ അളവ് കറക്റ്റ്
കറക്റ്റായിട്ടാണ് നിങ്ങൾ മാർക്ക് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. ഇനി നമ്മുടെ ആ ഒരു സ്ലീവിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കും. ഇനി നമ്മൾ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് നമ്മുടെ സ്ലീവിനെ നമ്മൾ നിവർത്തി വെക്കുന്നു. കണ്ടോ, ഇതുപോലെ വെക്കും. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഈ ഒരു ആം ഹോളിന്റെ മാർക്കിൽ നിന്നും 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മളൊരു പീസ് കണ്ടോ ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ നിന്നൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ, ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഈ ഒരു മാർക്ക് വരെ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഇവിടെ നിന്ന് സ്ലീവിനെ ഇതുപോലെ വെച്ച് നമ്മുടെ ബാക്ക് പാർട്ടിൽ നിന്ന് കണ്ടോ ബാക്ക് ഭാഗത്ത് നിന്ന് ചെറിയൊരു പീസ് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ഒരു സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ വെച്ച് നമ്മുടെ സ്ലീവിനെ കണ്ടോ നമ്മൾ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുക്കും. നമുക്ക് എങ്ങനെയാണോ കറക്റ്റായി കിട്ടുന്നത് അതിനനുസരിച്ച് നമ്മൾ വെച്ച് കൊടുക്കുന്നു. നമുക്കിവിടെ ഒരു സൈഡിൽ നമുക്ക് പീസ് കുറവുണ്ട്, അല്പം കുറവുണ്ട്. അപ്പോൾ നമുക്ക് ജോയിൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരും ചിലപ്പോൾ ലൈനിങ് ഭാഗത്ത്. അത് നിങ്ങൾ എപ്പോഴും ബാക്ക് ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. കണ്ടോ, നമ്മുടെ സ്ലീവിൻ്റെ മാർക്ക് ചെയ്ത ഭാഗം കണ്ടോ അത് നമ്മുടെ എപ്പോഴും കറക്റ്റ് ഫ്രണ്ട് ഭാഗമായിരിക്കും. ആ ഒരു ഭാഗത്ത് നമ്മൾ ജോയിൻ്റ് ചെയ്യാതെ പരമാവധി ശ്രദ്ധിക്കുക. ബാക്ക് പാർട്ട് ഭാഗത്താണ് നമുക്ക് ജോയിൻ്റ് കൊടുക്കുന്നത് നല്ലത്. ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് ചെറിയൊരു പീസിൻ്റെ കുറവുണ്ട്. കണ്ടോ, അത് നമ്മൾ ബാക്ക് പാർട്ടിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ നമ്മളിത് സ്ലീവിന് കറക്റ്റായി നമ്മൾ കട്ട് ചെയ്യുന്നു. ഇവിടെ കണ്ടോ ഇതാണ് നമ്മുടെ മാർക്കിംഗ് വരുന്നത്. ആ ഒരു മാർക്കിന് കറക്റ്റായിട്ടാണ് നമ്മുടെ ആ ഒരു തുണിയും നമുക്ക് വരുന്നത്, ജോയിന്റ് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ജോയിന്റ് ചെയ്താൽ നമുക്ക് വൃത്തി ഉണ്ടാവില്ല. നമ്മുടെ തോളിന്റെ ജോയിന്റ് ഭാഗത്താണ് ആ ഒരു രണ്ട് പീസിന്റെ ജോയിന്റും കൂടി വരിക. അപ്പോൾ നമുക്കത് വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതിനെ കുറച്ച് കട്ട് ചെയ്ത് മാറ്റി നമുക്ക് ആ ഒരു ജോയിന്റ് പീസ് അല്പം മാറ്റി കൊടുത്താൽ നമുക്കിവിടെ കണ്ടോ നമുക്ക് ഇനി ആ ഒരു ജോയിന്റിന്റെ പീസ് നമുക്കത് കറക്റ്റായി നമ്മുടെ തോൾ വശത്ത് വരില്ല, അല്പം മാറി വരും. കണ്ടോ, അല്പം മാറിയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ജോയിന്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്ലൗസിന്റെ കട്ടിങ് കഴിഞ്ഞിട്ട് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.